അയ്യോ ഇതാരാ സാറേ? സാറേ ഇവിടെ എന്തിനാ കിടക്കുന്നത് സാറേ? ഞാനാ സാറേ. അയ്യോ ഭയങ്കരമായി പോയല്ലോ. സാറിനെ ഇപ്പൊ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. സാർ എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാന് അമ്മയുടെ വിഷയമൊക്കെ കേട്ട് ഭയങ്കര ദുഃഖത്തില്. ഇപ്പൊ അമ്മ അതിലെ നടന്മാരെല്ലാം ഇപ്പം പെണ്ണുങ്ങളെ പിടിച്ചെന്നുള്ള രീതിയിലല്ലേ പോകുന്നു. പാവങ്ങളിനെ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കാൻ വയ്യാത്ത കണ്ടീഷനിലായി. ഇനിയിപ്പൊ അൻവർ ഇപ്പൊ വേറെ എന്തോ ആയിട്ട് ഇറങ്ങിയില്ല. ഇപ്പൊ പത്രക്കാര് മൊത്തം ഈ അൻവറിലും അമ്മയിലുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അല്ല സാറേ, സാർ ഇച്ചിരി കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അമ്മയുടെ വിഷയത്തിലും ഈ അൻവറിന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ കഴിച്ചോണ്ട് വല്ല പോയവരെ ഉണ്ടാവുമോ സാറേ? ഒരു ദുഃഖം കളം കെട്ടി നിൽക്കുന്നു. അങ്ങനെ പോകാൻ വേണ്ടി മദ്യത്തിനും ഭയങ്കര വിലയല്ലേ സാറേ? ഈ ദുഃഖം അതിൽ നിന്നും കൂടത്തില്ലേ അത് കുടിച്ചാ? അത് കുഴപ്പമൊന്നുമില്ലടേ. മദ്യമൊക്കെ ആരെങ്കിലൊക്കെ മേടിച്ചിരുന്നല്ലേ. നമ്മളെന്താ മേടിക്കുന്നത്? നമ്മളാരുടെ നമ്മളഞ്ച് ദിവസം ചെലവാക്കുന്നില്ലല്ലോ. നമുക്ക് മേടിച്ചു അത് മതി. നീ ഇപ്പൊ സിനിമയിലെ പിന്നെ അഭിനയിക്കുന്നില്ല. എന്നെ ആരെടുക്കാനാ സാറേ? സാറിന്റെ കാര്യമോ? എന്റെ കാര്യമൊക്കെ ആണോ? സാറിന് ആരോ എടുത്തെന്ന് പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. സിനിമയിൽ ചെന്നാ എന്താ? ആദ്യം ലൈറ്റ് ബോയ്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പിന്നെ സഹസംവിധായകൻ, പിന്നെ അസോസിയേറ്റ് എഡിറ്റർ, പിന്നെ ഏറ്റവും വലിയ നടനെ പോയി കാണണം, സംവിധായകനെ കാണണം, നിർമ്മാതാവിനെ കാണണം. വേറെ പണിയില്ലേ? എടാ നമ്മളെടുക്കൂടാ സിനിമ സാറാ. പിന്നെന്തുവാ? നമുക്കിപ്പോ സിനിമ എടുക്കാൻ നമുക്ക് എന്താ ഒരു ക്യാമറ കൊണ്ട് സിനിമ എടുത്തൂടെ? അതിന്റെയൊക്കെ എന്താ? അല്ല ലൈറ്റും പിന്നെ പെണ്ണുങ്ങളും ഒക്കെ വേണ്ടേ? അതിനൊക്കെ നമ്മൾക്ക് ഒരു തീരുമാനിച്ചാൽ നമുക്ക് എടുത്തൂടെ? പക്ഷെ ഈ പെണ്ണുങ്ങൾ എടുക്കാതിരിക്കുന്ന സാറേ. അതെന്താ? അരി എല്ലാം പരാതി കൊടുക്കുകയില്ലേ? പരാതി ഒന്നും. പണ്ടത്തെ പോലെ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്ന ഏറ്റവും നല്ലത്. അങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയ നല്ല രീതിയിൽ പെൺവേഷം കെട്ടുന്ന പിള്ളേരുണ്ടോ? ഉണ്ടെന്ന് ആരോ പറയുന്നത്. അവരെ കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുവരാം.